നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജം ഭുവനസാരപക്ഷിതമുമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര മഹേശ്വര ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ ആർജവമായിരിക്കുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് പറയാനെത്തിയിരിക്കുന്നത്. മാർച്ച് 5 രൂപപ്പെടുന്ന നവപഞ്ചമ രാജയോഗം. നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സർവത്ര ഭാഗ്യത്തെക്കുറിച്ചാണ് വ്യക്തമാക്കാൻ പോകുന്നത്. മാർച്ച് 5 ഗുണാനുഭവങ്ങൾ മാത്രം നൽകുന്ന നവപഞ്ചമ രാജയോഗം രൂപപ്പെടാൻ പോവുകയാണ്. ഇത് ചില രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ, 3 രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത്. പലപ്പോഴും ഓരോ യോഗങ്ങളും പല തരത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. ചില യോഗം സാമ്പത്തികമായ ഗുണമായിരിക്കും നൽകുന്നത്, ചില യോഗം വിദ്യാഭ്യാസപരമായ നേട്ടം, ചില യോഗങ്ങൾ കാർഷികമായ നേട്ടം, ചില യോഗങ്ങൾ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള നേട്ടമായിരിക്കും, അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയവയെ തിരിച്ചു കിട്ടുന്നതിന് യോഗമായിരിക്കും. നമ്മളെപ്പോഴും നക്ഷത്രത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടി വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യങ്ങളും ചില യോഗങ്ങളിലൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ വ്യാഴവും ഗ്രഹരാജാവായ സൂര്യനും ചേർന്നിട്ടാണ് മാർച്ച് 5 ഉണ്ടാകുന്ന നവപഞ്ചമ രാജയോഗത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഈ നവപഞ്ചമ രാജയോഗം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശസ്തി, പുരോഗതി, അറിവ്, സഹോദര ബന്ധങ്ങളുടെ ശക്തി, സ്ഥാനമാനങ്ങൾ ലഭിക്കൽ തുടങ്ങിയവയൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യാറുള്ളത്. നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഈ 3 രാശിക്കാരിൽ ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന ഒരു തേരോട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അത്തരത്തിൽ ഭാഗ്യദായകമായിരിക്കുന്ന അനുഗ്രഹ ശക്തിയാണ് പറയാൻ പോകുന്ന ഈ 3 രാശിക്കാരിൽ വന്നു നിറയാൻ പോകുന്നത്. മിഥുനം, ചിങ്ങം, മീനം രാശിക്കാർക്കാണ് ഈ ഭാഗ്യങ്ങളുടേതായിരിക്കുന്ന വ്യവസ്ഥിതി ഉണ്ടാകാൻ പോകുന്നത്. ആദ്യത്തേത് മിഥുനം രാശിയെ നമുക്ക് നോക്കാം. മകയിരം പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമ രാജയോഗം അതിഭാഗ്യമാണ് നൽകുന്നത്. സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, സമൃദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും, യുവതീ യുവാക്കളുടെ തൊഴിൽപരമായ കാര്യത്തിലാണെങ്കിലും, വിദേശ കാര്യത്തിലൊക്കെ ആണെങ്കിലും വളരെ ഉയർന്ന തരത്തിൽ ചിന്തിക്കുവാനും അതുപോലെ തന്നെ ചെന്നു ചേരാനും ഭാഗ്യം അനുഭവിക്കുവാനുമുള്ള എല്ലാ വ്യവസ്ഥിതിയും നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വന്നു ചേരും. ബിസിനസ് രംഗത്തൊക്കെ ഒട്ടും പ്രതീക്ഷയില്ലാത്ത തരത്തിൽ അതിനെ ഉപേക്ഷിക്കുവാൻ കളഞ്ഞിരുന്ന മനസ്സുകൊണ്ട് തന്നെ തുടരാം എന്ന് വിചാരിച്ച് അല്പം ഒന്ന് തുടർന്നു പോകുന്നവർക്ക് വളരെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ
കുറേ കാലങ്ങളായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു, അത് മോശമാണ്, നമുക്കൊട്ട് ലാഭമൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന്, എന്നാലും പതുക്കെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നവർക്ക് മാർച്ച് 5-നുണ്ടാകുന്ന നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലാണോ ജനിച്ചിരിക്കുന്നത്, മിഥുനം രാശിയിലാണോ ജനിച്ചിരിക്കുന്നത്, ഉറപ്പ് ബിസിനസ് വളരെ ഉജ്ജ്വലമായ തരത്തിൽ പുരോഗമിക്കും, ലാഭത്തിൽ നിന്നും ലാഭത്തിലേക്ക് എത്തുകയും ചെയ്യും. പുതിയ നേട്ടങ്ങൾ, ധാരാളം സാമ്പത്തിക നേട്ടം നിങ്ങളിലേക്ക് കൊണ്ടുവരും. സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന കാലമാണ് ഈ 2026 മാർച്ച് 5 എന്ന് പറയുന്ന ദിനം മുതൽ ഒരു വർഷക്കാലത്തോളം. എല്ലാം വിപുലീകരിക്കുന്നതിനും അതിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിനും ഭാഗ്യം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഭാഗ്യദായകമായ സാമ്പത്തിക നിലവാരം വന്നു ചേരും. പ്രത്യേകം ശ്രദ്ധിക്കണം, ആർക്കും പണം കടം കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. ആർക്കും എന്ന് പറയുമ്പോൾ ജീവിതത്തിന് അത്യാവശ്യം പണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് കൊടുത്തോളൂ. പക്ഷേ ചില വ്യവസ്ഥാപിതമായിരിക്കുന്ന നാശങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാതെ ഇരിക്കുക. നാശം പിന്നീടേ നിങ്ങൾ അറിയത്തുള്ളൂ. ആയതുകൊണ്ട് തന്നെ അത്യാവശ്യക്കാർക്ക് വേണ്ടി മാത്രം ധനം നൽകുക എന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെ ആഹ്ലാദകരമായ നിമിഷങ്ങൾ വന്നു ചേരും. വിദേശത്ത് നിന്ന് പോലും പണം പല വഴിക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ലോട്ടറി ഭാഗ്യം പോലെയുള്ള വമ്പൻ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരാനുള്ള വിധിയും കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് ലോട്ടറി പോയി വലിച്ചു വാരി എടുക്കണം. ഞാൻ എല്ലാ വ്യവസ്ഥയിലും പറയുന്ന പോലെ തന്നെ അത്യാവശ്യം 1-2 അതിൽ കൂടുതൽ ഒരിക്കലും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഗ്യം അനുഭവിക്കുന്ന ഒരു തരത്തിലേക്കാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളെ ഭാഗ്യത്തിലെത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ വിദ്യാഭ്യാസപരമായും കാർഷികപരമായും കായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലൊക്കെയും വളരെയധികം ജീവൽ പുരോഗതി ഈ രാശിക്കാർക്ക് വന്നു ചേരുമെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും അതുപോലെ തന്നെ ആരോഗ്യപരമായിരിക്കുന്ന ജീവിതത്തിൻ്റെയും നല്ല വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഈ രാശിക്കാർക്കും നക്ഷത്രജാതർക്കും കഴിയുമെന്നുള്ളത് ഉറപ്പിച്ചു പറയേണ്ട കാര്യം തന്നെയാണ്. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലമായി ചിങ്ങം രാശിക്കാർക്ക് ഈ സമയത്ത് ആത്മവിശ്വാസം ഇരട്ടിയാവുകയാണ്. കൂടാതെ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളത് അവരെ ആവേശം കൊള്ളിക്കുക തന്നെ ചെയ്യും. ഇവരിലേക്ക് വന്നു ചേരുന്ന സാമ്പത്തിക വ്യവസ്ഥയെ അത്ഭുതപ്പെടുത്തുന്ന നിലവാരത്തിൽ തന്നെയായിരിക്കും. നക്ഷത്രജാതരെയും അവരുടെ ബന്ധുജനങ്ങളെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഇവരിലേക്ക് സമ്പത്ത് വന്നു ചേരാൻ പോകുന്നത്. നിക്ഷേപങ്ങളെല്ലാം തന്നെ ഇവരിൽ മികച്ച മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ തികച്ചും ശ്രദ്ധാപൂർവമായി തന്നെ വേണം. അശ്രദ്ധ അവിടെ പാലിക്കപ്പെടരുത്. ധനം നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ പലപ്പോഴും നമ്മളല്ലാതായി മാറുന്ന ഒരു വ്യവസ്ഥയുണ്ടാകും. അതിനെ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന പുതിയ സൗഹൃദങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അവർ നിങ്ങളെ സഹായിക്കുമെന്നുള്ളതും ഉറപ്പാണ്. തൊഴിൽ രംഗത്ത് പല മാറ്റങ്ങളും ഉണ്ടാകും, ഉയർച്ചകളുണ്ടാകും, സമ്പത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകളും ഉണ്ടാകും. യുവാക്കൾക്ക് തീർച്ചയായും തൊഴിൽ സാധ്യത ഏറിയ വർഷമാണ് 2026 മാർച്ച് 5 ശേഷം. തീർച്ചയായും നിങ്ങൾ പരിശ്രമിച്ചുകൊള്ളൂ. ഈ വർഷം തീരുന്നതിന് മുമ്പ് ഒരു 3-4 റാങ്ക് ലിസ്റ്റുകൾ ഇടം നേടാൻ നിങ്ങൾക്ക് കഴിയും. 2027 നിങ്ങളുടെ ഭാഗ്യവർഷമായിട്ട് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും 2027 ഒരു മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴേക്കും തൊഴിലിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനും കഴിയും. അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ മികച്ച സൗഹൃദങ്ങളിലേക്കൊക്കെ വഴി തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതും ഭാഗ്യദായകമാണ്. അതുപോലെ തന്നെ രോഗാവസ്ഥകളിൽ നിന്ന് രക്ഷ നേടുന്നതിനും നവപഞ്ചമ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കലാകായിക തലത്തിലും അതുപോലെ വിദേശീയമായിരിക്കുന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ വളരെ ഉയർന്ന ജീവൽ നിലവാരം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ രാശിക്കാർക്കും നക്ഷത്രജാതർക്കും കഴിയും. അടുത്തത് മീനം രാശിയാണ്. പൂരുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ മീനം രാശി നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മീനം രാശിക്കാർക്ക് ഈ യോഗം കൊണ്ടുവരുന്നത് പലതരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതരുടെ കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ആഹ്ലാദവും നിലനിൽക്കും. ആഹ്ലാദിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള മംഗള കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്.
പഠനപരമായ കാര്യത്തിൽ വളരെയധികം ഉയർന്നു പോകുന്നതായിരിക്കുന്ന വ്യക്തികളെ കുടുംബത്തിൽ ദർശിക്കുവാനാകും. വിവാഹം തടസ്സപ്പെട്ടു കിടന്നിരുന്ന മീനം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് തടസ്സങ്ങൾ മാറി അത് നടന്നു കിട്ടുമെന്നുള്ളതും മംഗളകരമായൊരു കാര്യമാണ്. എല്ലാ അർത്ഥത്തിലും ഗുണാനുഭവങ്ങൾ തേടിയെത്തുന്ന ഒരു കാലമാണിത്. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ആവേശവും അതുപോലെ തന്നെ ആഗ്രഹവും ഉണ്ടാകുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്നത് അനുഭവിക്കുവാൻ ഭാഗ്യമുള്ളവരാണ് ഈ നക്ഷത്ര ജാതർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമാധാനപൂർണമായ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആകുവാൻ ഇവർക്ക് തീർച്ചയായും കഴിയും. വഴക്കുവക്കാണങ്ങൾ, കേസുകൾ ഒന്നും തന്നെ 2026 സംബന്ധിച്ചിടത്തോളം ഇവർക്കുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കാരണം നവപഞ്ചമ രാജയോഗം അത്രത്തോളം അനുഗ്രഹമാണ് ഇവർക്ക് നൽകുന്നത്. ഗൃഹ രാജാവായിരിക്കുന്ന സൂര്യനും ധന വ്യവസ്ഥിതികൾ നിയന്ത്രിക്കുന്ന വ്യാഴനുമാണ് നവപഞ്ചമ രാജയോഗത്തിൽ ഒന്നുചേരുന്നത്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഈ 3 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യ ദർശനങ്ങളുടെയും ഭാഗ്യ അനുഭവങ്ങളുടെയും ഏറ്റവും ഉയർന്ന ഒരു നിലവാരത്തിലായിരിക്കും നിൽക്കാൻ പോകുന്നത്. വിശേഷിച്ചും മീനം രാശിക്കാർ. അതുപോലെ തന്നെ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുവാൻ പറ്റിയ സമയമാണ്. പല ഗ്രഹങ്ങളും മീനം രാശിയിലേക്കാണ് സംയോഗം നടത്തിയെത്തുന്നത്. ആയതുകൊണ്ട് തന്നെ മീനം രാശിക്കാർക്ക് 2026 പൊതുവിൽ ഒരു ഭാഗ്യവർഷമാണെന്ന് തന്നെ പറയാം. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ, ചെറിയ തുകയൊന്നുമല്ല, വലിയ തുകകളൊക്കെ ഭാഗ്യദായകമായി കയ്യിൽ ലഭിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകും. സാമ്പത്തികമായ എല്ലാ അർത്ഥത്തിലും ഗുണപരമായിരിക്കുന്ന ഒരു വർഷമായിരിക്കും 2026 മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വമ്പൻ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് എല്ലാ കഷ്ടതകളും മാറിപ്പോകുന്നതിനും ആരോഗ്യപരമായ ഉയർച്ചയുണ്ടാകുന്നതിനും വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ തൊഴിൽപരമായും കാർഷികപരമായും സാമ്പത്തികപരമായും വിദേശപരമായും എന്ന് വേണ്ട ഏതൊക്കെ മേഖലകളിലാണോ ഇവർ സ്പർശിക്കപ്പെടുന്നത് ആ മേഖലകളിലെല്ലാം തന്നെ ഭാഗ്യദായകമായ അനുഭവത്തിൻ്റെ ഒരു പൂർണ്ണത ഇവരിലേക്ക് വന്നു നിറയും. തീർച്ചയായും നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 രാശിക്കാരും അവരിലെ നക്ഷത്ര ജാതർക്കും ഏറ്റവും നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഈശ്വരൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഏറ്റവും നന്മയുള്ള ഒരു വർഷമായി 2026 കാണട്ടെ. അതിനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.